എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഒരു ദൂതൻ രണ്ട് സ്ത്രീകളോട് അവൻ ഇവിടെ ഇല്ല, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 28:6 ശ്രവിക്കാം. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. യേശുവിൻ്റെ കുരിശുമരണത്തിനും സംസ്കാരത്തിനും ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അവൻ്റെ മരണശേഷം 3-ാം ദിവസം മഗ്ദല മറിയയും മറ്റേ മറിയയും അവൻ്റെ ശവകുടീരം സന്ദർശിക്കാൻ പോയി. കർത്താവിൻ്റെ ഒരു ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. കല്ലറയുടെ കവാടത്തിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, തൻ്റെ വാഗ്ദത്തം നിറവേറ്റി എന്ന് അറിയിക്കാൻ ദൂതൻ സ്ത്രീകളോട് ഈ വാക്കുകൾ പറഞ്ഞു. മരണത്തിനും പാപത്തിനുമെതിരായ യേശുവിൻ്റെ വിജയത്തെ കുറിച്ചുള്ള ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് ദൂതൻ്റെ സന്ദേശം. യേശു ഇപ്പോൾ കല്ലറയിലില്ലെന്ന് ദൂതൻ സ്ത്രീകളോട് സ്ഥിരീകരിക്കുന്നു. കുരിശുമരണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തതുപോലെ യേശു മരണത്തെ ജയിച്ച അത്ഭുതകരമായ പുനരുത്ഥാനത്തെ ഇത് സൂചിപ്പിക്കുന്നു. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ സ്വന്തം വാക്കുകളുടെ നിവൃത്തിയായി അവൻ്റെ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. മരണത്തിന് മുമ്പ് താൻ കൊല്ലപ്പെടുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. യേശുവിൻ്റെ വാക്കുകൾ സത്യമാണെന്നും അവന് ദൈവീക അധികാരമുണ്ടെന്നും കാണിക്കുന്ന ഒരു പ്രധാന ഘടകമാണിത്. വരൂ, കർത്താവ് കിടക്കുന്ന സ്ഥലം കാണുക എന്നത് ദൂതൻ സ്ത്രീകളോട് ശവകുടീരം പരിശോധിച്ച് അത് ശൂന്യമാണെന്ന് കാണാനുള്ള ക്ഷണമാണ്. അത് പുനരുത്ഥാനത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ നൽകുന്നു. ഇത് സംഭവത്തിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യത്തെ ശക്തിപ്പെടുത്തുന്നു. യേശു തീർച്ചയായും മരിച്ചു, കുഴിച്ചിട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു ആത്മാവോ വിദ്യയോ അല്ല. യേശുവിൻ്റെ പുനരുത്ഥാനമാണ് ക്രിസ്ത്യാനിയുടെ മൂലക്കല്ല്. വിശ്വാസവും മരണത്തിനും പാപത്തിനുമെതിരായ അവൻ്റെ വിജയത്തെ അത് സ്ഥിരീകരിക്കുന്നു. അവൻ ജീവിതത്തിനും മരണത്തിനും മേൽ അധികാരമുള്ള ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്നു. മരിച്ചവരിൽ നിന്നുള്ള അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പും മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറവേറ്റുകയും അവൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട രക്ഷകനാണെന്നതിൻ്റെ സ്ഥിരീകരണമായി വർത്തിക്കുകയാണ്. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് നിത്യജീവൻ്റെ വാഗ്ദാനമാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. നാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുകയും വേണം. യേശുവിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സുവിശേഷം ലോകവുമായി പങ്കുവയ്ക്കാൻ നാം ഇന്ന് ചുമതലപ്പെട്ടിരിക്കുന്നു. സ്നേഹപിതാവേ, ദൈവവചനത്തിൽ ആശ്രയിക്കാനും പുനരുത്ഥാനത്താൽ ശക്തിപ്പെടാനും ക്രിസ്തുവിൻ്റെ പരിവർത്തനാത്മാവ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.